ഒരു ദൈവാത്മാവിൻ്റെ വ്യാപാരമാണ് ആ സ്കൂളിൽ ഒന്നടങ്കം. അധ്യാപകർ, വിദ്യാർത്ഥികൾ, അവിടെ വരാന്തയിലൊക്കെ നിൽക്കുന്ന മാതാപിതാക്കൾ. അദ്ദേഹം ലിഫ്റ്റ് ഇട്ട് കൊടുക്കും. PP അച്ഛൻ ഷൂട്ട് ചെയ്യും. കാണേണ്ടതായ കാര്യങ്ങളാണ്. പിന്നെ വെളിയിലുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങൾ, കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാമായി വളരെ വളരെ ത്യാഗം സഹിച്ചവരാണ് കഴിച്ച തലമുറ. ഒരാത്മീയ ദാഹം, സെൻറ്റർ മീറ്റിങ്ങുകൾ, ധാരാളം ആളുകൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ അനുഗ്രഹീതനായ വൈദികരിൽ ഒരാളായ PN അലക്സാണ്ടർ അച്ഛനാണ് ഇന്ന് നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അച്ഛൻ 1935 ജനുവരി മാസം 18 അടൂർ കൊട്ടക്കാട്ട് പുത്തൻ വീട്ടിൽ PO നൈനാൻ മുതലാളിയുടെയും ശോശമ നയനാൻ അംശിയുടെ മകനായി ജനിക്കുകയും 1960 ജൂലൈ മാസം 20 ഷെമാശനായും 1960 ഒക്ടോബർ മാസം 15 കശീശയായും പട്ടം കെട്ടപ്പെട്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വ്യത്യസ്തമായ മേഖലകളിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുകയും ഇപ്പോഴും അച്ഛൻ്റേതായ സംഭാവനകൾ സഭയിലും സഭയോടൊപ്പം സമൂഹത്തിലും നിർവഹിക്കുകയും ചെയ്യുന്ന ധന്യനായ വൈദികനാണ്. ഇന്ന് നമ്മോടൊപ്പം അച്ഛൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ചേരുന്നതിലുള്ള സന്തോഷം അറിയിക്കുകയും അച്ഛനെ ഏറെ വിനയത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യട്ടെ. പ്രിയ അച്ഛൻ, അച്ഛൻ്റെ ബാല്യകാലത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക്, പൂർണ്ണസമയ ശുശ്രൂഷയിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെടുവാൻ ഒക്കെ ഉണ്ടായ ബാല്യകാല സാഹചര്യങ്ങളെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? പ്രിയപ്പെട്ട അച്ഛ, വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ബാല്യകാലത്തിൽ പച്ചയായ ഓർമ്മയായി ഇന്നും നിലനിൽക്കുന്നത് എൻ്റെ പ്രൈമറി ക്ലാസ്സിലെ വിദ്യാഭ്യാസ കാലഘട്ടമാണ്. CMS സഭയുടെ ഒരു നല്ല സ്കൂൾ, പ്രൈമറി സ്കൂൾ അടൂരിലുണ്ടായിരുന്നു. അതിൻ്റെ HM ഹെഡ്മിസ്ട്രസ്സായി പ്രവർത്തിച്ചത് എഴുതരീരനായ C ചെറിയാനച്ഛൻ്റെ കൊച്ചമ്മ സാറാമ്മ കൊച്ചമ്മയാണ്. 4 ക്ലാസ് വരെ അടൂരിൽ മണക്കാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്കൂൾ. ഇപ്പോഴും നിന്നുപോയി. രാവിലെ സ്ക്രിപ്ചർ ക്ലാസ് ഉണ്ടെന്ന്. അത് കഴിയുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരു അസംബ്ലി ഉണ്ട്. ആ അസംബ്ലിയിൽ കൊച്ചമ്മ നമ്മുടെ ക്രിസ്തീയ കീർത്തനത്തിലെ ശോഭിത പട്ടണം പാപദോഷങ്ങൾക്ക് പ്രവേശമില്ല യാതൊരു അശുദ്ധിക്കും. കൊച്ചമ്മയ്ക്ക് CSI പശ്ചാത്തലമാണ്. സാറാമ്മ കൊച്ചമ്മ നന്നായിട്ട് പാടും. ഈ പാട്ട് തുടങ്ങും: ജാതി മത ഭേദമന്യേ 4 ക്ലാസ്സിലെയും കുട്ടികൾ കൊച്ചമ്മയോട് കൂടെ ചേർന്ന് പാടും. ഒടുവിലത്തെ 4 വരികൾ എല്ലാവർക്കും കാണാതെ അറിഞ്ഞ അത്രയ്ക്ക് സുപരിചിതമാണ്. അധികം വായിക്കണം. കർത്താ നിൻ ശക്തിയാൽ ശുദ്ധിയിൽ കാത്തന്നെ, നിൻ പ്രിയ പൈതൽ ആക്കണം നീ എന്നെ. വീണ്ടെടുപ്പോർക്കുള്ള ഒരങ്കി അണിഞ്ഞു ഞാൻ, കുറ്റമറ്റവനായി സ്വർപ്പുരം ചേരും ഞാൻ. ഒടുവിലത്തെ ആ വരികൾ വരുമ്പോൾ വീണ്ടെടുപ്പോർക്കുള്ളതായി, യഥാർത്ഥം പറഞ്ഞാൽ ഒരു ദൈവാത്മാവിൻ്റെ വ്യാപാരമാണ് ആ സ്കൂളിൽ ഒന്നടങ്കം. അധ്യാപകർ, വിദ്യാർത്ഥികൾ, അവിടെ വരാന്തയിലൊക്കെ നിൽക്കുന്ന മാതാപിതാക്കൾ. ഇത് ജീവിതത്തിൽ ഇന്നും എന്നെ വളരെ സ്വാധീനിച്ച ഒരു ഘടകമാണ്. അച്ഛൻ്റെ ബാല്യകാല അനുഭവങ്ങൾ ഏറെ സന്തോഷകരമായി അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകളിലേക്ക് സ്വാധീനിച്ചതിനെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ.
ബഹുമാനപ്പെട്ട പി എൻ അലക്സാണ്ടർ അച്ഛൻ യൗവനകാലത്ത്, പ്രത്യേകിച്ച് കോളേജ് കാലഘട്ടത്തിലൊക്കെ കേരളത്തിൽ അന്ന് നേതൃത്വം നൽകിയ വിനോബാജിയോടൊപ്പം വ്യത്യസ്ത തലങ്ങളിൽ യാത്ര ചെയ്തതും, കോളേജ് കാലഘട്ടത്തിൽ ഈ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ സർവ്വമത പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയതിനെക്കുറിച്ച് അച്ഛനിൽ നിന്ന് കേൾക്കാനിടയായിട്ടുണ്ട്. അച്ഛൻ്റെ യൗവനകാലത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ കോളേജിൽ പഠിച്ചത് പന്തളം NSS കോളേജാണ്. അന്ന് ഇൻ്റർമീഡിയറ്റ് BA, 2 വർഷം ഇൻ്റർമീഡിയറ്റ് FA എന്നൂടെ പറയും. BAക്ക് പഠിക്കുക എന്നല്ല പറയുന്നത്, BAക്ക് വായിക്കുകയാണ്. ഞാൻ BA ക്ലാസ്സിൽ വരുമ്പോൾ പ്രൊഫസർ MP മന്മഥൻ വളരെ ത്യാഗനിർഭരമായ ഒരു നേതൃത്വം നൽകിയ ഗുരുസ്ഥാനിയായിരുന്നു പ്രൊഫസർ MP മന്മഥൻ. അദ്ദേഹം സർവോദയ പ്രസ്ഥാനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ കന്നിക്കൊയ്ത്തെന്ന് പറഞ്ഞ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ഒരു കൃതിയാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഇന്നും അതിൻ്റെ വരികൾ കാണാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം. അത് അദ്ദേഹം ആ ക്ലാസ്സിൽ അത് തൻ്റെ ഒരു അനുഭവമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ആചാര്യ വിനോബാ ഭാവെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. അപ്പോൾ വിനോബജി കേരളത്തിൽ വരുന്നു. അതിന് വളരെ മുമ്പ് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നവർ ഒരു പക്ഷേ ഞങ്ങൾ അറിയാതെ ഈ വലിയ ആദർശത്തോട് ആകർഷിക്കപ്പെട്ടവരായിരുന്നു. ഭൂമി, വായു, വെള്ളം, ഇത് മൂന്നും ദൈവത്തിൻ്റെ ദാനമാണ്. ഇതെല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന വിഭവമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയും, ആയുധമില്ലാതെ, അധികാരമില്ലാതെ ഈ ഭൂമിയിൽ എല്ലാവർക്കും കിടപ്പാടം കിട്ടണം. അപ്പോൾ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ആളുകൂടായിരുന്നു. അപ്പോൾ വിനോദി വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുക്കത്തിനോടൊപ്പം തന്നെ, അന്ന് ഒരു BAക്ക് വായിക്കുന്ന വിദ്യാർത്ഥി ആയതുകൊണ്ട് ഞങ്ങളുടെ അടൂരിൽ മൻമോഹൻ സാറിൻ്റെയും ഒക്കെ പ്രേരണയും സ്വാധീനത്തിൻ്റെ ഫലമായി ഞാൻ ആ പദയാത്രയുടെ സ്വീകരണ കമ്മിറ്റി കൺവീനറായിട്ട് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ തിരഞ്ഞെടുത്തു. ഒപ്പം തന്നെ ഇവിടെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ വിനോബിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ പദയാത്രയിൽ കാൽനടയായി സഞ്ചരിക്കാനും എനിക്കൊരവസരം വന്നു. ഈ സർവോദയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതൊരു ജീവിത ശൈലിയാണ്. അതിരാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. 5:30 ഒരു പൈലറ്റ് ഒരു റാന്തൽ വിളക്ക് പിടിച്ചുകൊണ്ട് റോഡിലിറങ്ങും. അതിന് അരമണിക്കൂർ മുമ്പേ ഒരു ജീപ്പിൽ അനൗൺസ്മെൻറ്റ് നടക്കും. ഏതാണ്ട് 7-8 കിലോമീറ്റർ കഴിയുമ്പോൾ ഇടയ്ക്കൊരു ചെറിയ വിശ്രമമുണ്ട്. ആ പോകുന്ന വഴിയിലെല്ലാം ജനങ്ങൾ റോഡിൻ്റെ ഇരുവശത്തും നിൽക്കുകയും അദ്ദേഹത്തിനെ കൈകൂപ്പുകയും, അന്ന് ഹാരമായിട്ടൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കാനൊക്കത്തില്ല, കൂടെ നിൽക്കുന്നവർ നൂലുകൊണ്ടുള്ള ആ കിഴികൾ അത് അദ്ദേഹത്തിന് കൊടുക്കും. ഞാനിതിനകത്ത് അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. അടൂരിൽ തന്നെ വൈകിട്ട് 5:30 ഒരു പബ്ലിക് മീറ്റിംഗാണ്. ജാതി മതത്തിനൊക്കെ അപ്പുറമായ നിലയിൽ ധാരാളം ആളുകൾ കൂടും. അവിടെ ആദ്യം നടക്കുന്നത് സർവമത പ്രാർത്ഥനയാണ്. അതിൽ ഹൈന്ദവരുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കാണും, രഘുപതി റാം. ക്രൈസ്തവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഗിരിപ്രഭാഷണം, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥന, ഇതൊക്കെ ഞാനതിനെ ലീഡ് ചെയ്യാനിടയായിട്ടുണ്ട്.
അടൂരിൽ നിന്ന് പുറപ്പെട്ട് പുത്തൻകാവ് വഴി ആറന്മുള ക്ഷേത്രത്തിൻ്റെ മൈതാനത്തിൽ, അന്നത്തെ ആളുകളുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, അവിടുത്തെ സർവ്വമത പ്രാർത്ഥന, അതിന് ഒരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന ഞാൻ ജാതി മതങ്ങളൊന്നും ഹൈന്ദവരുടെ ഒരു വലിയ പുരുഷാരമായിരുന്നു. അതിനകത്ത് ഈ ഗിരിപ്രഭാഷണം വായിച്ചു. സ്വർലോകത്തിലിരുന്ന് അരുളും ദേവ, അത് ഞാൻ പാട്ടായിട്ട് പാടി. അത് ഏറ്റുപാടിയ ആളുകളും അന്നേരമുണ്ട്. ഈ സർവമത അവർക്ക് പ്രത്യേകമായി ജീവിത ലാളിത്യമാണ്. അപ്പോൾ അവിടെ ഒറ്റ പായയിലാണ് കിടക്കുന്നത് ശരിയായ സർവ്വതക്കാർ. തലയണയില്ല. കാപ്പി ചായ അല്ല, ജാപ്പി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പാലിനകത്ത് കൊത്തമല്ലിയും ജീരവും ഒക്കെ ഇട്ടുള്ളതായിട്ടുള്ള ഒന്നാണ്. ജീവിതത്തിൻ്റെ ലാളിത്യം, മറ്റുള്ളവരോടുള്ള മനോവിനയം, ഇതെല്ലാം. ഇത് കഴിഞ്ഞ് ഈ ക്യാമ്പുകൾ അവധിക്കാലത്ത് നടത്തും. അടൂരിനടുത്ത് തുവയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോളേജ് വിദ്യാർത്ഥികളെല്ലാവരും വരുന്നത്. വൈക്കം പ്രഭ എന്ന് പറഞ്ഞ പന്തളം കോളേജിലെ ഒരു ഇക്കണോമിക്സിൻ്റെ പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം സർവോദയത്തിൻ്റെ ആശയക്കാരനാണ്. ഒരു മാസത്തെ ക്യാമ്പാണ്. അവിടെ ഇപ്പോഴും അതുണ്ട്, ഒരു കുളമൊക്കെ പകൽ കുഴിച്ചു. രാത്രിയിൽ മോക്ക് അസംബ്ലിയാണ്. അവിടെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, ധനകാര്യമന്ത്രിയുണ്ട്. അതെല്ലാം അവിടെ പഠിക്കാനായിട്ടും ഒക്കെയുള്ള വളരെ നല്ല സ്ഥാനമാണ്. രാവിലെ ഒരു ഓലമടൽ അവിടെ കിട്ടും, അല്ലെങ്കിൽ ഒരു തോർത്ത് വിരിച്ചോ. യോഗ, അത് കഴിഞ്ഞ് ഓരോ ക്ലാസ്സുകളും പഠനങ്ങളും, അതൊക്കെ പ്രവൃത്തിയും, അതൊക്കെ ജീവിതത്തിൽ എന്നെ ഇന്നും സ്വാധീനിക്കുന്നതാണ്. അടൂർ തന്നെ ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ അനേക ചെറുപ്പക്കാരെ അവിടെ ട്രെയിൻ ചെയ്യിക്കാനിടയായിട്ടുണ്ട്. അവരെല്ലാം സ്പിരിച്വാലിറ്റി സെൻ്ററിൻ്റെ മേളിൽ ഒറ്റ പായയിൽ, തലയണയില്ല. അത് രാത്രിയിൽ ഒരു ഏത്തയ്ക്കായും 2 കഷ്ണം ബ്രെഡും ജീരകവെള്ളവും കൊടുക്കും. ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ 2-3-4 പേര് മദ്രാസിൽ പോയി. അവർ പറഞ്ഞു, കൂടുള്ളവർക്ക് ആർക്കും ഉറക്കം വരുന്നില്ല, കട്ടിലില്ല, മെത്തയില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ കിടന്നപ്പോൾ തന്നെ എല്ലാം നിങ്ങൾക്ക് പരിശീലിച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനിക്കുകയും ഒരു വൈദികനായതിനു ശേഷവും ഇന്ന കാര്യങ്ങളോടൊരാഭിമുഖ്യം, നിർബന്ധം, ഭക്ഷണം, പണം, മറ്റു പല കാര്യങ്ങളോട് എൻ്റെ ആ ബാല്യകാലം അല്ലെങ്കിൽ യൗവനകാലത്ത് ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഗുരുസ്ഥാനിയിൽ നിന്ന റോൾ മോഡൽ എനിക്ക് തന്ന പ്രേരണ ഒരിക്കലും മറക്കാനൊക്കത്തില്ല. ഇന്നും എൻ്റെ ഉപബോധ മനസ്സിൽ എന്നെ സ്വാധീനിച്ചിരിക്കുന്ന വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതെ, യൗവനകാലം അച്ഛൻ്റെ തുടർന്നുള്ള പൂർണ്ണസമയ സമർപ്പണ ജീവിത വഴികളിലേക്ക് സ്വാധീനിക്കാൻ ഇടയായത് ഏറെ ധന്യമായ അനുഭവമാണല്ലോ. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ആദ്യമായി കോട്ടയം മാർത്തോമാ സെമിനാരിയിൽ പൂർണ്ണസമയ സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി, സെമിനാരി പഠനത്തിന് വേണ്ടി ജോയിൻ ചെയ്യപ്പെട്ട ഡിഗ്രി വിദ്യാർത്ഥികളിൽ ഒരാളാണല്ലോ അച്ഛൻ. ആ കാലത്ത് അച്ഛനോടൊപ്പം പഠനകാലത്ത് ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഭാഗ്യസ്മരണീയരായ വികാരി ജനറൽ പി എബ്രഹാം അച്ഛൻ, CA ഗീവർഗീസ് അച്ഛൻ, ഇവരോടൊക്കെ ഒപ്പം അച്ഛൻ്റെ സൗഹൃദം, സെമിനാരി കാലം, പ്രത്യേകിച്ച് വർഗീസിനെ അച്ഛനെ പോലെയുള്ള അച്ഛന്മാരുടെ സ്വാധീനം, ആ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? അച്ഛൻ പറഞ്ഞ വർഗീസ് അച്ഛൻ, അദ്ദേഹം ഒരു വൈദികൻ എന്നുള്ള നിലയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൊച്ചമ്മ, കാണ്ടമ്മ കൊച്ചമ്മ എന്നൊക്കെ പറയുന്ന കൊച്ചുമോളാണ്. CG അലക്സാണ്ടർ, ആദരണീയനായ വികാരി ജനറൽ CG അലക്സാണ്ടർ അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ്. ഇവർ രണ്ടുപേരുടെയും മിനിസ്ട്രി ഒരു വളരെ റോൾ മോഡൽ, അതിനപ്പുറം ഒരു വലിയ കാന്തശക്തിയായിരുന്നു. ജയവർഗീസച്ചൻ പ്രത്യേകിച്ച് ഡിഗ്രി ഒന്നും അദ്ദേഹത്തിന് വലുതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ഡിഗ്രി ഉണ്ടെന്ന് ചോദിച്ചാൽ മുൻവശത്തെ 2 പല്ലുകളില്ല. ജനിച്ചപ്പോൾ പല്ലുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയത്തില്ല.
ഒരു സ്ഥലത്ത് ഒരു ശവസംസ്കാര ശുശ്രൂഷ നടക്കുകയാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു സംഘം ആളുകൾ പൊടുന്നനവേ ഈ ശവസംസ്കാരം നടക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുകയും അവർ വന്നിരുന്ന എല്ലാവരെയും ഏറെക്കുറെ കയ്യേറ്റം ചെയ്തപ്പോൾ പ്രിയപ്പെട്ട ജയവരീശച്ചൻ്റെ ആ ആഘാതത്തിൽ മുൻവശത്തെ 2 പല്ലില്ല. പക്ഷേ അത് ക്രിസ്തുവിൻ്റെ ചൂടടയാളമെന്നൊന്നും അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അന്ന് അടൂരിൽ 3 പള്ളികളുണ്ടായിരുന്നു. അടൂർ ഇമ്മാനുവേൽ, കണ്ണങ്കോട് മാർത്തോമ, കൊറ്റനല്ലൂർ ശാലിയും. അദ്ദേഹം 3 വിദ്യാർത്ഥികളായിരുന്ന PP അബ്രഹാമച്ചനെയും CI ഗുരുസച്ചനെയും എന്നെയും ചേർത്ത് 9 അധ്യാപകർ അടൂരുണ്ടായിരുന്ന പ്രൈവറ്റ് സ്കൂളിലും ഗവൺമെൻറ് സ്കൂളിലും പഠിപ്പിക്കുന്നവർ ചേർന്ന്, അതിലൊരാളാണ് പണ്ട് നമ്മുടെ കോർപ്പറേറ്റ് മാനേജരായിരുന്ന നമ്മുടെ കുര്യൻ സാർ. ഇവരൊക്കെ വാസ്തവത്തിൽ ഇന്നും മാതൃകയായി നമ്മൾ കാണേണ്ടതായിരിക്കുന്ന ആളുകളാണ്. 3 മാസത്തിൽ ഒരിക്കൽ ഒരു വെള്ളിയാഴ്ച രാത്രിയിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോകും. 12 പേരുണ്ട്. അപ്പോൾ ആ പള്ളിയിലാ കിടക്കുന്ന മറ്റെങ്ങനെ വീടുകൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചെറിയ പള്ളിയിലൊരു ചെറിയ മീറ്റിംഗ് നടക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അനുഭവങ്ങൾ പറയും. അവിടെ വെച്ചൊക്കെ ജീവിതത്തിൻ്റെ വ്യക്തി ബന്ധങ്ങൾ ധാരാളമായി ഇവർ പറയുകയും ഞങ്ങളത് ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൽ അപേക്ഷിക്കുന്നതായിട്ടുള്ള അവസരം വന്നപ്പം വളരെ വൈകിപ്പോയി. അതുകൊണ്ട് കോട്ടയം സെമിനാരിലാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ അന്ന് ബിരുദധാരികളായിരിക്കുന്ന ആദ്യത്തെ 3 വിദ്യാർത്ഥികൾ കോട്ടയം സെമിനാരിൽ പഠിച്ചത് ഞങ്ങൾ 3 പേരാണ്. യൂഹാനോൻ മാർത്തോമയുടെ കാലമാണ്. അവർ പറഞ്ഞു ഇവർ 3 പേരും TC തോമസ് അച്ഛൻ പ്രിൻസിപ്പലാണ്, 3 പേരും ഇവിടെ തുടരട്ടെ. ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇവരെ പള്ളികളിലേക്ക് അയച്ച്, അത് UTCയുടെ പ്രിൻസിപ്പലായിരുന്ന റസൽ ചന്ദ്രൻ പറഞ്ഞിട്ടാണ്, പള്ളികളിലെ ഒരു എക്സ്പീരിയൻസോടുകൂടെ ഇവിടെ തുടർന്നുള്ള BD പഠനം പോകട്ടെ. അങ്ങനെ ഞങ്ങൾ 3 പേരും കോട്ടയത്ത് പഠിച്ചു. അവിടുത്തെ ഓർമ്മകൾ വളരെ വലുതാണ്. അന്ന് ഞങ്ങളുടെ റെസിഡൻറ്റ് ലെക്ചറായിട്ടിരുന്നത് MV എബ്രഹാമച്ചനാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും അദ്ദേഹം ഗ്രാജുവേറ്റ് ചെയ്ത് വന്നതായിരിക്കുന്ന ഒരാളാണ്. എ മാൻ ഓഫ് കൾച്ചർ, സംസ്കാരം അദ്ദേഹത്തിൻ്റെ പഠിപ്പിച്ചു. അത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറം ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ നന്നായിട്ട് പാടും. ഭക്ഷണം കഴിക്കുന്ന ഞങ്ങൾ 8 പേരെ അന്നുള്ളൂ. ഞങ്ങൾക്ക് മുമ്പാട് സീനിയേഴ്സ് എല്ലാം പോയി. കോട്ടയം സെമിനാരിയിൽ 8 പേരെ പഠിക്കുന്നുള്ളൂ. ഞങ്ങളുടെ കൂടാണ് അച്ഛൻ ആഹാരം കഴിക്കുന്നത്. അദ്ദേഹം പ്രത്യേകമായി ഏതെങ്കിലും ഒരു സാധനം ഈ വിദ്യാർത്ഥികളില്ലാതെ തന്നെത്താൻ കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരി തിരുവനന്തപുരം മെൻ്റൽ ഹോസ്പിറ്റൽ സൂപ്പറിൻറ്റൻഡൻറ്റ് ഡോക്ടർ KV ജേക്കബ്, അദ്ദേഹവും ഭാര്യ അച്ഛൻ്റെ സഹോദരിയും ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊന്ന് അവിടെ വരും. അപ്പോൾ തിരുവനന്തപുരത്തു നിന്നും നല്ല കായൽ മീൻ, കരിമീനും ഒക്കെ പ്രത്യേകം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരും. അദ്ദേഹത്തിൻ്റെ മുറി വെക്കും, ആങ്ങളയ്ക്ക് കൊടുക്കാനുമൊക്കെയാണ്. അവർ പോയി കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം അതിലെ ആ മെയിൻ കുക്കിനെ വിളിക്കും. ഇതെല്ലാം ഇവിടെ ഒന്നും കുട്ടികളുടേതായിരിക്കുന്ന വൈദിക വിദ്യാർത്ഥികളുടെ മെസ്സിലേക്ക് പോകണം. അത് ഒക്കെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഹി വാസ് എ മാൻ ഫോർ അതേഴ്സ്. എല്ലാവരെയും വളർത്തിയെടുക്കണം, സിദ്ധികളെ. അത് വളരെ സ്വാധീനിച്ചു. ഒപ്പം തന്നെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് ദിവംഗതനായ TC തോമസ് അച്ഛൻ പ്രിൻസിപ്പലാണ്. ഒപ്പം തന്നെ അദ്ദേഹം തിരുവല്ല ടൈറ്റസ് സെക്കൻഡിൻ്റെ പ്രിൻസിപ്പലുമായി പോയി. ഇത് രണ്ടും
ഒരുപോലെ അച്ഛൻ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഞായറാഴ്ച ഞങ്ങൾ പള്ളികളിലൊക്കെ പോയിട്ട് വന്ന് വൈകിട്ട് ഒരു അത്താഴത്തിന് മുമ്പായി ഒരു ചെറിയ ഷോർട്ട് ഡിവോഷനുണ്ട്. ടി.സി. തോമസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. വളരെ വളരെ വിലപ്പെട്ടതായ ഒരു വൈദികനടുത്ത കാര്യങ്ങളുടെ വരത്തക്കവണ്ണം ഒരു കമ്മിറ്റ്മെൻറ്റും സഹായമാണ്. അച്ഛൻ മുമ്പേ പറഞ്ഞതുപോലെ പി അബ്രഹാമച്ചൻ അതിസമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. നന്നായിട്ട് പാടും, ബുൾബുൾ. ഒപ്പം തന്നെ ഈ ചപ്പളാങ്കൊട്ട കൊണ്ടൊക്കെയുള്ള ചില പാട്ടുകൾ ഒക്കെ പാടാനായിട്ട് വിദഗ്ധനാണ്. കഥ പറയുന്ന രീതിയിൽ കേൾവിക്കാർ എത്ര നേരം കേട്ടുകൊണ്ടിരുന്നാലും ഒരിക്കലും അലോരസപ്പെടാത്ത നിലയിൽ ഒരു ടീച്ചിങ് മിനിസ്ട്രി ആഴത്തിൽ പഠിച്ചിരിക്കുന്ന ഒരാളാണ്. അച്ഛനിൽ നിന്നും ജീവിതത്തിൽ അനർഹമായ യാതൊരു കാര്യവും തനിക്ക് വേണ്ടി ആഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ആളല്ല. ഞങ്ങളതിന് കഴിഞ്ഞിട്ട് UTC പഠിക്കാനായിട്ട് പോകുമ്പോൾ CA അച്ഛൻ പറഞ്ഞു, ഞാൻ ഒറ്റ മോനേ ഉള്ളൂ, എൻ്റെ പപ്പായും അമ്മായും ഉണ്ട്, ഞാൻ വരുന്നില്ല, ഞാനിവിടെ നിന്നോളാം. അദ്ദേഹം അടൂർ ഭദ്രാസനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇത്ര കൃത്യമായി നിർവഹിച്ച ഓരോ പള്ളിയും അവിടുത്തെ വീട്ടുകാർ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെല്ലാം വിരൽ മടക്കി എന്നൊക്കെ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് അറിയാം. നല്ല ഒരു വോളിബോൾ പ്ലെയറാണ്. അധികം ഉയരമൊന്നുമില്ല. അദ്ദേഹം ലിഫ്റ്റ് ഇട്ട് കൊടുക്കും. പി അബ്രഹാമച്ചൻ ഷൂട്ട് ചെയ്യും. കാണേണ്ടതായ കാര്യങ്ങളാണ്. ഒപ്പം തന്നെ അതിനകത്ത് അദ്ദേഹം സ്കൂളിലെ ചാമ്പ്യനായിരുന്നു. അധികം ഉയരമില്ലായിരുന്നു. അതുകൊണ്ട് മിക്കവാറും 10ാം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ SSLC പാസ്സാകുന്നവരെ അടൂർ ഹൈസ്കൂളിൽ ഇദ്ദേഹം തന്നെയാണ് ചാമ്പ്യൻ. പിന്നീട് ശാരീരികമായ ചില ബലഹീനത വന്നു, അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലം സ്കൂളിൽ, കോളേജിൽ, അപ്പോൾ ഓരോ ഞായറാഴ്ച ഓരോ പള്ളിയിലൊക്കെ പോകും. ആ കാര്യങ്ങളൊക്കെ അനേക കാര്യങ്ങൾ പഠിക്കാൻ, പ്രത്യേകിച്ച് കോട്ടയത്തെ പഠനം, ഓരോ പള്ളികളിൽ പോയതും അവിടുത്തെ അനുഭവങ്ങളുമൊക്കെയും പാസ്റ്റൽ മിനിസ്ട്രിയിൽ പിന്നീട് അതൊരു വലിയ മുതൽക്കൂട്ടായി തീർന്നു. അച്ഛൻ്റെ പഠനത്തിന് ശേഷം ആദ്യകാല ശുശ്രൂഷ ആരംഭിക്കുകയും ദീർഘനാളുകൾ നേതൃത്വം നൽകുകയും ചെയ്തത് പ്രത്യേകിച്ച് മലബാർ മേഖലയിലായിരുന്നല്ലോ. ആ കാലത്ത് മാർത്തോമാ സഭ വിശ്വാസപരമായ വെല്ലുവിളികളൊക്കെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് നേരിട്ട ഒരു കാലഘട്ടം എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പഥ്യോപദേശ സമിതിയുടെ സ്വാധീനവും ഒക്കെ ഉണ്ടായതിനെക്കുറിച്ച് മാർത്തോമാ സഭയുടെ ചരിത്രത്തിൽ നിന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. ആ കാലഘട്ടത്തിലാണ് അച്ഛൻ മലബാർ മേഖലയിലെ ശുശ്രൂഷയ്ക്കായി പോയത് എന്ന് അച്ഛനിൽ നിന്ന് ശ്രദ്ധിക്കാനായി ഇടയായിട്ടുണ്ട്. ആ കാലത്തെ അച്ഛൻ്റെ ശുശ്രൂഷ അനുഭവങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് രസകരമായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? പട്ടമേറ്റതിന് ശേഷം ഷമ്മാസനായി ഞാൻ ശുങ്കത്തറ, സൗത്ത് മലബാർ സെൻട്രൽ, നിലമ്പൂർ സെൻട്രലിലാണ് പോയത്. എനിക്ക് മുമ്പ് അവിടെ ഇരുന്ന ഏറ്റവും ആദരണീയനായ E.J. ജോർജ് അച്ഛൻ മലബാറിന്, പ്രത്യേകിച്ച് നിലമ്പൂർ, അവിടെ 10 പള്ളികളാണുള്ളത്. ഒരാളെ മിക്കവാറും ഉള്ളൂ. അവിടെ അച്ഛൻ വിശ്വാസത്തിനോടൊപ്പം പുല്ലഞ്ചേരി ബഥേൽ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലമാണ് അവിടെ. ആറ്റിലിറങ്ങി സന്ധ്യയ്ക്ക് കുളിക്കാം. കണ്ണുനീരുമുള്ള വെള്ളമാണ്. തിരിച്ച് കയറി വീട്ടിലോട്ട് വരുമ്പോൾ ചെറിയ മഴക്കാലമാണെങ്കിൽ വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലമായതുകൊണ്ട് കാല് തെറ്റും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതേ വർഷം ആ ആറ്റിൽ നിന്നും ഉരുളൻ കല്ലുകൾ പറക്കും. അത് തിരിച്ചു വരുന്ന അച്ഛന് മാത്രമല്ല, നാട്ടുകാർ തെറ്റി വീഴാതിരിക്കാനായിട്ട് ഈ വഴി വേലോട്ട് പോകുന്ന സ്ഥലത്ത് അച്ഛൻ നല്ല ഉരുണ്ട കല്ലുകൾ
നിക്ഷേപിക്കുമായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കല്ലുകളൊക്കെ EJ ജോർജാണ് അവിടെ ഇട്ടത്. എൻ്റെ കാലത്ത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇവാഞ്ചലിക്കൽ സഭ പിരിയുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരാഘാതം നിലമ്പൂർ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് പറയട്ടെ. അതൊരു മുറിപ്പാട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരസ്പരം ഒരു വൈരാഗ്യം വരത്തക്ക രീതിയിൽ ഒരു സന്ദർഭം വരാതെ അതിനെ ദൈവാത്മാവിൽ ആ കാര്യങ്ങളന്ന് പരിഹരിച്ചു എന്ന് പറയുന്നത് ഇന്ന് മലബാറിലുള്ള ആളുകളുടെ ഐകമത്യത്തിന് വളരെ സഹായകരമായിരുന്നു. അവിടുത്തെ ആളുകൾ മിക്കവാറും എല്ലാവരും തന്നെ വാങ്ങിച്ചിരിക്കുന്ന സ്ഥലം, അതിൻ്റെ ജന്മം എന്ന് പറയുന്നത് മലബാറിലെ കോവിലകം, അവിടുത്തെ തമ്പാക്കന്മാരെന്നാണ് പറയുന്നത്. കോവിലകത്തിനാണ് ഈ ഭൂമിയുടെ ജന്മാവകാശം. അത് വളരെ നമ്മൾ ആ കോവിലകം കുടുംബത്തോട് കടപ്പെട്ടവരായിരിക്കണം. കേരളത്തിൽ നിന്നും മധ്യതിരുവിതാംകൂറിൽ നിന്നും കുടിയേറി പാർത്തതായ നമ്മുടെ ആളുകളെ വളരെ വളരെ സൗഹാർദ്ദതയോടുകൂടെ കോവിലകം തമ്പാക്കന്മാർ ആ ജന്മ അവകാശം തരുന്നതിനും ഒക്കെ ഒരർത്ഥത്തിൽ അവരുടെ വലങ്കൈ നമ്മോടുകൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ആ കാലഘട്ടത്തിലാണ് ചൈനീസ് അഗ്രഷൻ. ആ സന്ദർഭം വന്നപ്പോൾ ഈ കോവിലകം കുടുംബത്തിലെ ഗോദവർമ്മ രാജ, ഇദ്ദേഹമാണ് സീനിയർ മോസ്റ്റ്, വളരെ ജീവിതത്തിൻ്റെ മാന്യത, സംസ്കാരം, മറ്റുള്ളവരോടുള്ള കരുതലൊക്കെ ഉണ്ടായിരുന്ന ജന്മന ഒരു വലിയ പൈതൃകമുള്ളവരാണ് അവർ. ഒപ്പം തന്നെ ശ്രീ ആര്യാടൻ മുഹമ്മദ് MLA, പിന്നീടാണ് മന്ത്രിയൊക്കെ ആയത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർ ഉസ്മാൻ. അപ്പോൾ ഗോദവർമ്മ രാജ, ആര്യാടൻ മുഹമ്മദ് സാറ്, ഡോക്ടർ ഉസ്മാൻ, ചുങ്കത്തറ ഒരു അവരെ അധികാരി എന്നാണ് പറയുന്നത്, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവാണ്. ഒപ്പം ഞാനും അതിനകത്തെ ഒരാളായിരുന്നു. എൻ്റെ ഈ വിനോബജിയുടെ യാത്രകളുമൊക്കെയും ഒരു പൊതുസമൂഹത്തിനോട് വരുമ്പോൾ പ്രതികരിക്കുന്നതിനുള്ള നല്ല പ്രേരണ തന്നു. ഞങ്ങൾ മലബാറിൻ്റെ പല ഭാഗങ്ങളിലും പോയി ഈ ചൈനീസ് അഗ്രഷൻ്റേതായ സമയത്ത് സൗഹാർദ്ദതേതായ സന്ദേശങ്ങൾ പറയുകയും രാത്രി 9-10 മണിക്കാണ് മടങ്ങി വരുന്നത്. അപ്പോൾ ആര്യാടൻ മുഹമ്മദ് സാറിനൊരു പ്രത്യേകതയുണ്ട്, ഏത് സമയത്തും ചായ കുടിക്കണം. അപ്പോൾ അവിടെ വണ്ടി നിർത്തും, ചായയൊക്കെ കുടിക്കും. എല്ലാവരും വളരെ നല്ല സൗഹൃദമായിരിക്കുന്ന ഒരു ബന്ധമാണ്. നമ്മുടെ മാത്യൂസ് മാർ അത്താനാസോസ് തിരുമേനി, അദ്ദേഹത്തിന് ഈ കോവിലകം കുടുംബത്തിൽ പോകുന്നതിനും ആ കുടുംബമായിട്ടൊക്കെ സൗഹാർദ്ദം വളർത്തുന്നതിനുമൊക്കെ വളരെ വളരെ താല്പര്യമായിരുന്നു. അതിന് അദ്ദേഹത്തിനെ അവർ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരു അവസ്ഥ അദ്ദേഹം സാധിക്കാനായിട്ടിടയായി തീർന്നു. ഒപ്പം ഒരു പക്ഷേ ഞാനവിടെ ഒന്നും സ്ഥലം മാറി പോരുമ്പോൾ ഈ കോവിലകം രാജകുടുംബത്തിൽ ഗോദവർമ്മ രാജ അവരുടെ വെളിയിലുള്ള ഒരു നെല്ലുമൊക്കെ കൊണ്ട് അടുക്കുന്നതായിട്ടുള്ളൊരു വലിയ കളി തട്ടുണ്ട്. അവിടെ വലിയ ഫ്ലഡ് ലൈറ്റൊക്കെ ഇട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള നിലയിൽ ഒരു യാത്രയെ പോകെ തന്നത് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. മലബാറിൽ ആ സമയത്തൊക്കെ നമ്മുടെ ആളുകൾ പോയി, ഇന്നാരും അറിയുന്നില്ല. അവർക്ക് അന്ന് പ്രകൃതിയോട് മല്ലിടണമായിരുന്നു. കരയിലാണ് നെല്ല് വിതച്ചുകൊണ്ടിരുന്നത്. അത് ഈ വന്യമൃഗങ്ങളെക്കാൾ കൂടുതൽ നാട്ടിലെ മൃഗങ്ങൾ, പശു, ആട് ഇതെല്ലാം വന്നത് തിന്നും. പിന്നെ വെളിയിലുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങൾ, കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാമായി വളരെ വളരെ
ത്യാഗം സഹിച്ചവരാണ് കഴിച്ച തലമുറ. എന്നാൽ അവർ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അത് വളരെ വളരെ പള്ളിയിലൊക്കെ രാത്രിയിലത്തെ കൂട്ടായ്മ യോഗത്തിന് ജോലി കഴിഞ്ഞും ഒക്കെ നമ്മുടെ ആളുകൾ അന്ന് വരുന്നത് സുറുവൻ കുറ്റി എന്ന് പറയും. എന്നത് ആൾ കണ്ടിട്ടില്ല. ഈറ, ആ ഈറയുടെ ഒരു മുട്ടുള്ളതായിട്ടുള്ള സ്ഥലത്ത് മുകളിൽ നിന്നും താഴേക്കും മണ്ണെണ്ണ ഒഴിക്കും. ആ ഇരയുടെ മുകളിൽ ഒന്നിൽ തുണിയോ അല്ലെങ്കിൽ കച്ചിയോ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് അല്പം ഒന്ന് ചായ്ക്കും. സുറുവൻകുറ്റി എന്നാണ് അതിൻ്റെ പേര്. ഇത് ഒരു കുടയുടെ കീഴിൽ പിടിച്ച് യോഗത്തിന് വരികയും തിരിച്ചത് കെടുത്തി പോകുമ്പോൾ കത്തിച്ചു പോകുന്ന, അത് ഞാൻ വളരെ അഭിമാനത്തോടുകൂടാണ് പറയുന്നത്. ഈ രീതിയിൽ ഒരാത്മീയ ദാഹം, സെൻറ്റർ മീറ്റിങ്ങുകൾ, ധാരാളം ആളുകൾ. ആ സ്ഥലത്താണ് പിന്നീട് നമുക്ക് മാർത്തോമാ സഭയുടെ ഒരു മാർത്തോമാ സെൻറ്റർ, എൻ്റെ ബലഹീനതയുടെ കാലമായ ഒരു ശുശ്രൂഷയിൽ ഇന്ന് ചുങ്കത്തറ കോളേജ് നിൽക്കുന്ന സ്ഥലം, അതിൻ്റെ മുഴുവൻ സ്ഥലവും അതിൻ്റെ മുഴുവൻ പണവും തോമസ് മാർ അത്താനാസോസ് തിരുമനസുകൊണ്ട് ഒരു ഹിൽമാൻ കാറ്, അദ്ദേഹത്തിൻ്റെ കാറിൽ അതിൻ്റെ പണമൊക്കെ നിക്ഷേപിച്ച് നമ്മുടെ കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം അവിടെ വന്നു. ആ പണം അദ്ദേഹം കൺസേൺഡായിട്ടുള്ള ആളുകൾക്ക് എണ്ണിക്കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഒരു മാർത്തോമാ സെൻറ്റർ, കോളേജൊക്കെ വന്നു, ആശുപത്രിയുടെ വികസനം, ഇതെല്ലാം വന്നത് യഥാർത്ഥത്തിൽ മാർത്തോമാ സഭയിലൂടെ യൂഹാനോൻ മാർത്തോമാ, ഒരു മിഷണറി ബിഷപ്പായിരുന്ന മാത്യൂസ് മാർ അത്താനാസോസ് തിരുമേനി, ആ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലായിരുന്ന തോമസ് മാർ അത്താനാസോസ് പനമ്പന്നയിൽ തിരുമേനി, ഒരുപക്ഷെ നമ്മുടെ തിരുമേനിമാരെല്ലാം വളരെ വളരെ കരുതലോടുകൂടെ സൗത്ത് മലബാർ ആ ഏരിയയെ സ്നേഹിച്ചു, കരുതി. ഒടുവിൽ ഞാൻ ആ ഭാഗം ചുരുക്കത്തിൽ അവസാനിപ്പിക്കുകയാണെന്ന് വരികിൽ, അതുവരെ കൺവെൻഷൻ നടന്നതിനോടെ വീട്ടിക്കുത്തെന്ന് പറയുന്ന സ്ഥലം, അവിടെ ആയിരുന്നു മിഷണറി അച്ഛന്മാർ താമസിച്ചിരുന്നത്. നിലമ്പൂർ ടൗൺ പള്ളിയോടുകൂടെ ചേർന്നാണ്. അത് അവരുടെ സഹകരണത്തോടുകൂടെ ചുങ്കത്തറ പള്ളിയുടെ മുമ്പിൽ ഒരു 50 സെൻറ്റ് സ്ഥലം കൂടെ മാത്യൂസ് തിരുമേനി വന്ന് ആ സ്ഥലം കണ്ട് ആവശ്യമെന്ന് കണ്ട് ഒരു കീവർച്ചൻ്റെ കയ്യിൽ നിന്നും കോഴഞ്ചേരി ഭാഗത്തു നിന്നും തിരുമേനി ഒരു എഴുത്തുമായി ഞാൻ പോയി അതിൻ്റെ പണം വാങ്ങിച്ച് അതുകൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ തുടങ്ങി ആദ്യമായി മാർത്തോമാ സഭയുടെ സുവിശേഷ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ ഒരു പദപ്രയോഗം ഉപയോഗിക്കാൻ സാധിച്ചു. മലബാറിൻ്റെ മാരാമൺ. അതൊന്നും ചിന്തിച്ചുകൊണ്ടൊന്നുമല്ല അന്ന് ഞാൻ എഴുതാനിടയായത്. ഇന്നും അറിയപ്പെടുന്നത് മലബാറിൻ്റെ മാരാമൺ ആക്ഷരികമായി വന്നത് ദൈവം തമ്പുരാൻ്റെ പ്രവൃത്തിയിൽ. ആ മലബാർ, അതിൻ്റെ അഭൂതപൂർവമായ വികസനം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ സാധിച്ചു. സമാധാനമായിട്ടിരുന്ന എൻ്റെ കുടുംബമാണ്, വീടാണ്. അപ്പോൾ എൻ്റെ ഫാദർ ചിന്തിച്ചു, മലബാറിൽ പോയി മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു. ആ കാർ കാലിക്കട്ടിന് വിട്ടിട്ട് ഞാൻ ട്രെയിനിൽ തിരിച്ച് വീണ്ടും നിലമ്പൂർ ചെല്ലാനായ ഇടയായി തീർന്ന ഒരു സംഭവം. ഒരു പള്ളിയിൽ പോകുന്നത്, മധുബക്കായിൽ ഇരിക്കുന്നത്, പട്ടക്കാരോടുള്ള ഇടപാടുകൾ, ഇതെല്ലാം വളരെ വളരെ ചിട്ടയോടുകൂടെ ഈശോ തിരുമേനിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാരാകുന്നു എന്താകുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്ന ടി ടി ജോസഫച്ചനും അധികം അവിടെ പരസ്യപ്പെടുത്തിയിട്ടില്ല.